ഇടുക്കിയിൽ ക്യാൻസർ രോഗബാധിതയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയതായി പരാതി. ഇടുക്കി അടിമാലി വിവേകാനന്ദ നഗറിലാണ് സംഭവം നടന്നത്. അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷ സന്തോഷിനെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി പണം അപഹരിച്ചത്. വീട്ടിലുണ്ടായിരുന്ന 16,000 രൂപയാണ് മോഷ്ടാക്കൾ കവർന്നത്. കീമോതെറാപ്പിക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ഇവർ. അതിനിടയ്ക്കാണ് മോഷണം നടത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത്. ഉഷയും ഭർത്താവും മകളും മാത്രമാണ് വീട്ടിലുള്ളത്. ക്യാൻസർ ബാധിതയായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഉഷ. കഴിഞ്ഞ ദിവസം കീമോതെറാപ്പി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്താണ് മോഷണം നടത്തിയത്. കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇവരുടെ വായിൽ തുണി തിരികെയാണ് പേഴ്സിലുണ്ടായിരുന്ന 16,500 രൂപ കവർന്നത്. അയൽവാസികൾ ഇവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ ഇവരെ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടിമാലി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വർഷങ്ങളായി ചികിത്സ തുടരുന്ന ഉഷ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നയാളാണ്. അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ഇവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം പിരിച്ചു നൽകിയത്. ഈ തുക ഉൾപ്പെടെയാണ് മോഷ്ടാവ് കവർന്നത്. നേരത്തെയും മോഷ്ടാക്കളുടെ ശല്യമുള്ള മേഖലയാണ് വിവേകാനന്ദ നഗർ. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി അടിമാലി പോലീസ് അറിയിച്ചു. ഉഷയുടെ ഭർത്താവും മകളും വീട്ടിൽ നിന്ന് പോയതിനു ശേഷമായിരുന്നു മോഷണം നടത്തിയത്. വീട്ടുകാരുടെ നീക്കങ്ങൾ അടുത്തറിയാവുന്നയാളാണ് മോഷണത്തിന് പുറകിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്.